എല്ലാ വ്യവസായികൾക്കും വണക്കം. സോ ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഐ എം അറ്റൻഡിങ് സച്ച് എ ബിഗ് ഗാദറിങ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര പെരിയൊരു ആളുകളെ കാണുന്നത്. അതുകൊണ്ട് ഐ എം ലിറ്റിൽ ബിറ്റ് നെർവസ് ബിക്കോസ് ഐ ഡോണ്ട് നോ തമിഴ് അപ്പടി தெரியாது. கொஞ்சம் പറയും, മലയാളം മിക്സ് ചെയ്ത് പറയും. உங்களுக்கு എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചൊല്ലുങ്കോ. സോ സോറി ഫോർ ദാറ്റ്. ஸோ ஆக்சுவலி ஐ எம் முகமது நிசார். நறுமணம் பயிர்கள் அரைச்சி நிலைமை இருக்கு கோழிக்கோடு. அங்கே சயின்டிஸ்டாണ് ഞാൻ. മെയിൻലി മര നറുമണ പയറുകൾ അതിൽ അരസി പണിത് ട്രീ സ്പൈസസ് ലൈക്ക് ജാതിക്കായ്, പട്ട, ഗ്രാമ്പു, ഓൾ സ്പൈസ്, കൊടംപുളി, இந்த மரங்களெல்லாம் அரைச்சி பண்ணுது. ஸோ டுடே ஐ எம் கோயிங் டு டெல் அபவுட் திஸ் நட்மெக், ஜாதி. ஸோ தேர் ஆர் லாட் ஆஃப் എക്സ്പീരിയൻസ്. ഇവിടെ ഇങ്ങനെ നിറയെ എക്സ്പീരിയൻസ് ആയ ആളുകൾ ഇരിക്ക്. ജാതി മരം എന്ന് വെച്ചാൽ അത് നല്ലൊരു ആദായമുള്ള ഒരു ക്രോപ്പാണ്. കുറേ ആളുകൾ ചോദിച്ചിരുന്നു എവിടെ ആദായം കിട്ടും ഒരു മരത്തിൽ നിന്ന്. അപ്പോൾ ജാതിയുടെ ആദായം വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ആദ്യകാലങ്ങളിൽ തൈകൾ വിത വെച്ച് നട്ടിരുന്നു. ഇപ്പോൾ ബഡ് തൈ, ഗ്രാഫ്റ്റ് തൈ എല്ലാം ഇരിക്കും. നിറയെ ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഇരിക്ക്. അതുകൊണ്ട് സാധാരണ നമ്മളൊരു മിനിമം സ്റ്റാൻഡേർഡ് പറയാറുള്ളൂ, ഒരു മരത്തിൽ 20 കിലോ കുരു, അതുപോലെ ഒരു 4 കിലോ പത്രി, അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്. അത് കിട്ടുന്നത് അത് മിനിമം ഉള്ള വെറൈറ്റീസ് ആണുള്ളത്. അപ്പോൾ ഒരു ആവറേജ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് നിങ്ങൾക്ക് കുരുവിന് ഒരു 300 rupees പെർ kg വെച്ച് കഴിഞ്ഞാൽ 6000 രൂപ കിട്ടും. പത്രിക്ക് ഒരു 4 കിലോന് 1000 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു 4000 രൂപ, അതാണ് നമുക്ക് കണക്ക്. ഒരു മിനിമം 10,000 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏക്കറിൽ 50-60 മരം വെക്കാം. ഒരു 2 ഏക്കർ ഉണ്ടെങ്കിൽ 100 മരം നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ 100 മരം ഇരുന്നാൽ നിങ്ങൾക്ക് ഒരു ഏക്കറിന് 10 ലക്ഷം വരെ ആദായം കിടക്കും. ദറ്റ് ഈസ് മിനിമം. ദർ ആർ നിറയെ ഫാമേഴ്സ് ഇരിക്കുക, അതിൽ കൂടുതൽ വരുമാനമുള്ളവരുണ്ട്, ഇതുണ്ട്. ബട്ട് ഇത് ഫാക്ട് താൻ. ബട്ട് മെയിൻ പ്രോബ്ലം താൻ ഇതിന് സ്പെസിഫിക് മൈക്രോ ക്ലൈമറ്റ് വേണം. ജാതി എല്ലായിടം വരാതെ തണൽ വേണം, വെള്ളം വേണം, അത് കണ്ടിപ്പാ വേണം. നെക്സ്റ്റ് സൈഡ്. സോ ദീസ് ആർ ദ സ്പൈസസ് വി ആർ ഡീലിംഗ് വിത്ത്. സോ ടുഡേ ഐ വിൽ ഡീൽ മെയിൻലി വിത്ത് നട്ട്മെഗ്. മെയിനായിട്ട് ജാതിയെ പറ്റി പറയാം. ഇങ്ങനെ നിറയെ വ്യവസായികൾ ഇരിക്ക്. നെക്സ്റ്റ്. അപ്പോൾ ജാതിയെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ആൺമരം പെൺമരം സെപ്പറേറ്റ് ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും മരത്തിൽ അങ്ങനെ കണ്ടിരിക്കുക? ഇങ്ങനെ പന കണ്ടിരിക്ക്, പനനൊങ്ക്. അതിൽ ആൺമരം വേറെ പെൺമരം വേറെ, രണ്ടും ഉണ്ടായിരുന്നാലാണ് കായ പിടിക്കുള്ളൂ. അപ്പോൾ ജാതിയും അപ്പടി തന്നെ ഇരിക്ക്. ഇതിൽ இந்த இடத்துல நான் பூவை காணிச்சிருக்கு. ஃபஸ்ட்டு ஒன் வந்து മെയിൽ ഫ്ലവർ, സെക്കൻഡ് ഫീമെയിൽ ഫ്ലവർ. ആ പൂ വന്നതുക്കപ്പുറം അത് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെൺമരമാണെങ്കിൽ അതിനകത്ത് ചിന്ന കായർക്ക്, ആൺമരമാണെങ്കിൽ അതിനകത്ത് പൂമ്പടി മട്ടും താൻ കാണും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. നമ്മൾ പെൺചെടിയാണ് കായ്ക്കുന്നെങ്കിലും അത് പോളിനേഷൻ നടക്കാൻ മെയിൽ പ്ലാന്റ് വേണം. അത് കണ്ടിപ്പാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ ഇന്നൊരു ടൈപ്പ് ഇருக்கு, അത് മൊണീഷ്യസ് എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത അതിൽ ആൺപൂവും വരും പെൺപൂവും വരും. 2 ടൈപ്പ് പൂവ് ഇருக்கு. ബട്ട് അത് കേരളയിൽ ഇരിക്കുന്ന നിറയെ ഇருக்கு. ബട്ട് അതിൽ പൊതുവെ കായയുടെ എണ്ണം കുറവായിരിക്കും. പക്ഷേ കുറച്ച് ഇത് 2 കായ കൂടുതൽ ടൈപ്പ് കൂടുതൽ കർണാടകയിൽ ഇருக்கு. സിർസി. എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കുന്നല്ലേ? ഓക്കെ. അപ്പോൾ കർണാടക, കൊങ്കൺ ഏരിയ, ഗോവ ഏരിയ, മഹാരാഷ്ട്ര ഏരിയയിൽ നിറയെ മൊണീഷ്യസ് ടൈപ്പ് ഇருக்கு. മൊണീഷ്യസ് ടൈപ്പ് എന്ന് വെച്ചാൽ ഈക്വൽ മെയിൽ ഫ്ലവർ വരും, ഫീമെയിൽ ഫ്ലവർ വരും, നിറയെ കായ ഇருக்கு. ബട്ട് അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. നമ്മുടെ ഇത് കായ അപേക്ഷിച്ച് കൊഞ്ചം സൈസ് കുറവായിരിക്കും. പത്രിയുടെ സൈസ് കുറവായിരിക്കും, കായയുടെ സൈസ് കുറവായിരിക്കും. ബട്ട് വി ആർ ഡൂയിങ് റിസർച്ച് ഓൺ ദാറ്റ്. സോ ഞങ്ങളതിൽ കുറച്ച് ഗവേഷണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ വി ഹാവ് മൊണീഷ്യസ് കളക്ഷൻ. അപ്പോൾ മെയിൽ പ്ലാന്റ് പണിക്ക് പകരം ഈ മൊണീഷ്യസ് ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ ദ ഫ്രൂട്ട് ഈസ് വെരി സ്മോൾ, you will get an additional income apart from pollination. That is the advantage of monoecious. That is a flower bunch of monoecious type. There you can see male flower, then bisexual flower and female flower. So that is the advantage. Next please.
So this is evergreen tree. You can see lot of plants in Kerala. കേരളത്തിൽ അറിയാം നിങ്ങൾക്ക് ജാതിയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ മാക്സിമം 300 years ഉള്ളൂ. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ക്രോപ്പ്. അത് ഇന്തോനേഷ്യയിലെ മൊളുക്കാസ് ഐലൻഡിൽ നിന്ന് വന്നത്. നെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം ജാതി വളർന്ന ഏരിയ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് മൊളുക്കാസ് ഐലൻഡ്, ഇന്തോനേഷ്യയിലുള്ള ഐലൻഡാണത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത് ഗൂഗിൾ എർത്തിൽ നോക്കിയാൽ കാണാം പിക്ചർ. ആ ഒരു പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്കറിയാം അത് ഫുൾ ഓഫ് ഗ്രീനറി. അവിടെ നിറയെ മരങ്ങൾ ഇരിക്ക്. മരങ്ങൾ നിറയെ ഇരുന്ന മീൻസ് അங்கே നിറയെ മഴ ഇരിക്ക്. റൗണ്ട് കയറി അங்கே നിറയെ മഴ ഇരിക്ക്. അപ്പോൾ ആ ഒരു മൈക്രോ ക്ലൈമാറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നത്. അപ്പോൾ ഒരു 16th century ആളുകൾ ഇത് ഫസ്റ്റ് ഇത് യൂറോപ്പിലൊക്കെ കൊണ്ടുപോയത് അറേബ്യൻ ട്രേഡേഴ്സ്, ചൈനീസ് ട്രേഡേഴ്സ്. അവരാണ് അങ്ങോട്ട് യൂറോപ്പിൽ കൊണ്ടുപോയി അവർക്ക് അപ്പോൾ അറിയാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇതിനു വേണ്ടി ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ വാല്യുബിൾ സ്പൈസ്. ഒരുപാട് പേര് അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അവർ പോയിട്ട് ഇതിൻ്റെ സീ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെയാണ് ആളുകൾ, പോർച്ചുഗീസുകാർ പോയി, പിന്നെ ഡച്ചുകാർ പോയി, അവർ കണ്ടുപിടിച്ച് അവിടെ ഒരുപാട് സണ്ട പോട്ട് ഈ ജാതിക്കാൻ്റെ മൊണോപ്പൊളി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പടി തന്നെ ഇരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഹിസ്റ്ററി അങ്ങേ ഇരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ യു ക്യാൻ സീ ദാറ്റ് സൈഡ് ഇറ്റ് ഈസ് മൊളുക്കാസ് ഐലൻഡ്. കേരളം ഇங்கே ഇருக்கு. പിന്നീട് ബ്രിട്ടീഷുകാർ 18th century കേരളത്തിൽ കൊണ്ടുവന്നത്. ആദ്യം പോണ്ടിച്ചേരി ഒരു ഗാർഡനിൽ കുറച്ച് സാമ്പിൾ കൊണ്ടുവന്നു. അവർ മൊറീഷ്യസിലേക്ക് കൊണ്ടുവന്ന വഴി കുറച്ച് കൊണ്ടുവന്നു. പക്ഷേ കൂടുതൽ 18th century വന്ന് ഫസ്റ്റ് പ്ലാന്റേഷൻ വന്നത് കാലടി, തൃശ്ശൂർ ജില്ലയിൽ, എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ഫസ്റ്റ്. ഒരു ബ്രിട്ടീഷുകാരനാണ് ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ആ ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി, ക്രോപ്പിനെ പറ്റി ധാരാളം ഐഡിയ ഇല്ല. വിത്ത് കൊണ്ടുവന്ന് നട്ടു. ഇത് ആൺ പെൺ വ്യത്യാസം അറിയില്ല. അപ്പോൾ ഇതാണ് നട്ടത്. പക്ഷെ അതുക്കപ്പുറം പയ്യെ പയ്യെ പുതിയ ഇനങ്ങൾ ഡെവലപ്പ് ചെയ്തു. കുറേ ആളുകളുണ്ട് ഇവിടെ, കുറേ നിറയെ വ്യവസായികളുണ്ട് കേരളത്തിൽ. അവരാണ് നല്ല ഇനങ്ങൾ കണ്ടുപിടിച്ചത്. അതുപോലെ ISR റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. ISR 75 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ജാതി നമ്മുടെ ഒരു ക്രോപ്പാണ്. അതിൽ നമ്മൾ നിറയെ വ്യവസായം റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ അറിയാം കേരള ആ ഏരിയ ഗ്രീൻ കവർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ മഴ കൂടുതലുണ്ട്. ആവറേജ് English, okay. English, okay. So, Kerala, it is a higher rainfall area. We are receiving above 3,000 mm per annum. So, nutmeg, it will perform well from 150 mm annum. That is minimum requirement. So, rainfall is mandatory. So, that is the main thing. And the temperature range, ideal temperature is 25 to 30 degrees centigrade. But this year it has crossed around 40 degree and lot of problem was there. Even in Kerala also this dieback symptom was there, especially summer rain was not there. So other than main problem. അപ്പോൾ ജാതിക്ക് എവിടെ നിങ്ങൾ ചെയ്യണമെങ്കിൽ തണ്ണി മസ്റ്റാണ്. If you have enough water, especially it needs shade also. It prefers filtered shade, sunlight. So direct sunlight ആണെങ്കിൽ you cannot go. Especially coconut plantation about 10 years, 15 years, that condition you have to plant. കോക്കനട്ട് നട്ടത് അതേ ടൈമിൽ കൊണ്ടുപോയിട്ട് ജാതി പണ്ട മുടിയാതെ. கொஞ்சம் ടൈം വെയിറ്റ് പണ്ണണം. ഒരു ഷെയ്ഡ് ഡെവലപ്പായി കൊണ്ടുവരണം. ഒരു 15 yearsആണ് ഐഡിയൽ. പിന്നെ കോക്കനട്ടിൻ്റെ ലൈഫ് സ്പാൻ ഏജ് ഒരു ജാസ്തി കൂടിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി ഓക്കെ സോറി അപ്പോൾ അത് താൻ ഓക്കെ വോയിസ് ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ ഓക്കെ. അപ്പോൾ അത് താൻ മുഖ്യം. ജാസ്തി ടെമ്പറേച്ചർ വന്ന പ്രോബ്ലമായിരിക്കും. ഇപ്പോൾ 40 degree 45 degree തമിഴ്നാട്ടിലും അത് താൻ മെയിൻ പ്രോബ്ലം. നമ്മൾ പൊള്ളാച്ച കേരള വാലി ഏരിയ അവിടെ നിറയെ വെള്ളം ഇരിക്ക്. ആളിയാർ സൈഡ് അങ്ങ് നിറയെ വെള്ളം ഇരിക്ക്. വെള്ളം മസ്റ്റാണ്. അതുപോലെ ടെമ്പറേച്ചർ ജാസ്തി പോകരുത്. 40 ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോബ്ലം താൻ. ഡൈബാക്ക് വരും, കായ പൊഴിച്ചിൽ വരും, നിറയെ പ്രോബ്ലം വരും. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കെട്ടി നിറക്കാൻ പാടില്ല. വാട്ടർ ലോയിങ് വന്നാലും ജാതി സർവൈവ് ചെയ്യില്ല. അതൊരു മുഖ്യമായ പ്രോബ്ലം. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ നട്ട്മെഗിൽ ഇതുപോലെ വേരിയബിലിറ്റി നിറയെ ഇருக்கு. ലോട്ട് ഓഫ് വേരിയബിലിറ്റി ഈസ് ദർ. യു ക്യാൻ സീ വൈ ഓക്കെ ഓക്കെ ഓക്കെ. So you can find lot of variability. Different types are there. Fruit shape, lot of variability is there. The maize pattern. Earlier, Swapna madam showed that double seeder type. So many types are there.
So if you plant the seedlings now, it is cross-pollinated. Male and female plants are different. So it is 100% cross-pollinated. So that's why this much variability is there. So for a commercial plantation, we have to fix some criteria, how it should be. So minimum standard what we fixed is around 10 gram weight we should get. After drying the nut, you have to get 10 grams. That's a good variety. Then maize minimum 2 grams. That is the criteria fixed. So in that case, and the number of fruits average you have to get around 2000 nuts. So 2000 nuts into 10 gram means 20 kilo nuts you will get from one tree. Then similarly, 2 gram nut means around 4 kilo you get from one tree, from this 2000 nuts. So that is the criteria. Next, please. So you can see a lot of variability. So there are fully covered maize, and there are some with a seedless nut. You can find that kind of type. The center one now, that is a seedless type. And this one is above 5 gram. The maize will come above 5 gram. So we have to fix a criteria. That is the around 2000 nuts kettanam, 2000 fruits kettanam. So after selecting this now, we have developed a lot of varieties. You can see next one. Next one. So IASR has released 2 varieties. First one, Vishwasri. അത് ഇതിൻ്റെ പ്രത്യേകത ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 20 കിലോഗ്രാം നട്ട്സ് കിട്ടും പെർ ട്രീയിൽ. അതുപോലെ 4 കിലോഗ്രാം മെയ്സ് കിട്ടും. ഇത് ഈ വെറൈറ്റിയുടെ ഒരു പ്രോബ്ലം നിറയെ കായ്ക്കും, ബട്ട് കൊഞ്ചം വളർച്ച കൊഞ്ചം കമ്മിയായിരിക്കും. ഇപ്പോൾ ഗ്രോത്ത് കുറഞ്ഞ കമ്മിയായിരിക്കും. പിന്നെ അതുപോലെ നല്ല ഓയിലുണ്ട്, ഒലിവ് റെസിനുണ്ട്, ക്വാളിറ്റി ആസ്പെക്ട്സിലും നല്ല ഇനമാണിത്. You can see the fruiting pattern, even seed nut, everything you can see. അപ്പോൾ ജാതിക്കയുടെ റിക്കവറി പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ കായുടെ റിക്കവറി ഒരു 70%. പച്ചക്കായ് 1 കിലോ ഉണക്കി കഴിഞ്ഞാൽ ആവറേജ് 70% കിട്ടും. അതുപോലെ പത്രിയുടെ റിക്കവറി പറഞ്ഞാൽ 35%. അതാണ് ജാതിക്കയുടെ റിക്കവറി വരുന്നത്. നെക്സ്റ്റ്, പിന്നെ രണ്ടാമതൊരു വെറൈറ്റി റിലീസ് ചെയ്തു. ഇത് നമ്മൾ കുറച്ചുകൂടി കർഷകൻ്റെ കരുവാരക്കുണ്ട്, മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലെ മാത്യു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ തോട്ടത്തിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത രണ്ടാമത്തെ വെറൈറ്റിയാണ്. ഇത് കുറച്ചുകൂടി ബെറ്ററാണ്, അതിനേക്കാളും നല്ലതാണ്. ഇതിനകത്ത് ഫുള്ളി കവേർഡ് മെയ്സാണ്. 10 ഗ്രാം ഇത് കിട്ടും, 2 ഗ്രാം എബോ ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇത് ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ട്. ഇപ്പം നമ്മൾ സൈഡ് ഗ്രാഫ്റ്റ് ആയാലും സ്ട്രെയിറ്റ് ഗ്രാഫ്റ്റ് ആയാലും ഇറ്റ് ഹാസ് ഫാസ്റ്റ് ഗ്രോത്ത്. ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ്. അതുപോലെ നമ്മൾ നഴ്സറിയിൽ വെച്ച് കഴിഞ്ഞാൽ ബഡ്വുഡ് ജാസ്തി കിടക്കും ഇതിൽ നിന്ന്. മറ്റേ വിശ്വശ്രീ ആണെങ്കിൽ ബഡ്വുഡ് കിട്ടാൻ എണ്ണം തീരെ കുറവായിരിക്കും. അതാണ് പ്രോബ്ലം. നെക്സ്റ്റ്, കേരളശ്രീ, IASR കേരളശ്രീ. Then Kerala Agriculture University, they have started a breeding program. ഇതിൽ ജാതി നേരത്തെ പറഞ്ഞു, ഒരു ഇനം വരണമെങ്കിൽ കുറേ നേരെ വർഷം എടുക്കുക. നമ്മളൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഇനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പുതിയ സീഡ്ലിംഗ് നട്ടു, അത് കായ്ക്കാൻ 7-8 വർഷം എടുത്തു. അത് കഴിഞ്ഞ് കുറേ വർഷം ഇവാലുവേഷൻ, നിറയെ വർഷം ടൈം എടുക്കും. അപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈ കർഷകരുടെ തോട്ടത്തിൽ ആൾറെഡി പ്രൂവൺ വെറൈറ്റി അത് സയൻറ്റിഫിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് നേരെ ഒരു സർവേ നടത്തിയിട്ട് അതിന്ന് 5 വെറൈറ്റീസ് ദേ ഹാവ് റിലീസ്ഡ്. അതിലൊരു വെറൈറ്റിയാണ് KU പുല്ലൻ. അത് ചാലക്കുടി പോട്ടയുള്ള ഒരു ജോസഫ് ചേട്ടൻ പുല്ലൻ എന്ന് പറയുന്ന ഇനം അവിടെ പോയിട്ട് സെലക്ട് ചെയ്താണ്. ഇതൊരു നല്ല വെറൈറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഒരു കുരുവിനൊരു 10 ഗ്രാം എബോ സൈസ് കിട്ടും. അതുപോലെ പത്രി ഒരു 1.5 ഗ്രാം ആവറേജ് കിട്ടും. അപ്പോൾ ഇതിന് പത്രി കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസ് കുറവാണ്, പക്ഷേ നട്ട് ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അതിനകത്ത് പരിപ്പ് ചുളിവൊന്നുമില്ലാതെ നല്ല പരിപ്പാണ്, പ്രീമിയം പ്രൈസ് കിട്ടുന്നതാണ്. ഒരു ഹൈ ഈൽഡിങ് വെറൈറ്റിയാണത്. നെക്സ്റ്റ് വൺ, ഇത് പൂത്തറ. ജോസഫേട്ട ഇവിടെ വന്നിട്ടുണ്ട്, ഹിസ് ഫ്രം വൈക്കം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇനമാണത്. ഇതും അതുപോലെ നല്ല പത്രിയും, 2 ഡ്യുവൽ പർപ്പസിന് നല്ലതാണ്. പത്രിയും കായും നല്ല സൈസുള്ളതാണ്. ഇതിൽ 22 കിലോ നെറ്റ് ഒരു ട്രീയിൽ കിട്ടും. അതുപോലെ മെയ്സ് ആൾമോസ്റ്റ് 5 കിലോ അടുത്ത് കിട്ടും. 3 ഗ്രാമിൻ്റെ അടുത്ത് പത്രിയുടെ സൈസ് വരുന്നുണ്ട്. നല്ലൊരു ഇനാണ്, നിറയെ കായ്ക്കുന്നതാണത്. നെക്സ്റ്റ് വൺ, ഇത് വേറെ വെറൈറ്റിയാണ്, കൊച്ചുകുടി.
അദ്ദേഹം ഇതിൻ്റെ ഡെവലപ്പർ വന്നിട്ടുണ്ട്, ജോസി ചേട്ടൻ കൊച്ചോടി. അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ കാഞ്ഞിരപ്പള്ളി അല്ലേ സ്ഥലം? ഓക്കെ. അപ്പോൾ അവിടുന്ന് ഡെവലപ്പ് ചെയ്താണ്. ഇതിൻ്റെ കായയുടെ പ്രത്യേകത ഉരുണ്ട കായാണ്, നല്ല കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഉരുണ്ട കായാണ്. അത് 10 3 ഗ്രാം വരുന്നുണ്ട്. ഈൽഡ് നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എസ്റ്റിമേറ്റ് ചെയ്തത് 20.8 കിലോഗ്രാം നട്ട്, അതുപോലെ ഒരു 2 ഗ്രാം പത്രിയുടെ സൈസ് വരുന്നുണ്ട്. ഒരു 4 മുതൽ 5 കിലോഗ്രാം വരെ പത്രി കിട്ടും. ഇത് ആവറേജ് എടുക്കുന്നത്. പല വെറൈറ്റികൾ പല മരങ്ങളിലും മൾട്ടിപ്പിൾ റെപ്ലിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയുള്ള ഡാറ്റയാണത്. അതുപോലെ ക്വാളിറ്റിയും തന്നെ ഇതിൻ്റെ നട്ട്മെഗിൻ്റെ കേസിൽ നമ്മൾ യൂണിവേഴ്സിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒലിവറസിൻ, അതിൻ്റെ സത്ത്, ഇതെല്ലാം നോക്കും. അപ്പോൾ അങ്ങനെ ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ്. ഇത് നല്ല കളറുള്ള മെയ്സാണ്. നെക്സ്റ്റ് വൺ. പിന്നെ മുണ്ടത്താനം എന്ന് പറയുന്നത് അത് പാലക്കാട് ജില്ലയിലെ മൈക്കിൾ ജോസഫ് എന്ന് പറയുന്ന ചേട്ടൻ ഡെവലപ്പ് ചെയ്താണ്. അതേ ഉണ്ടോ ഇവിടെ? എത്തിയിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അതും നല്ലൊരു വെറൈറ്റിയാണ്. കുറച്ച് നീളത്തിലുള്ള ഷേപ്പാണ് ഇതിൻ്റെ കായ്ക്ക്. നല്ല പത്രിയും കായും ഒരുപോലെ തൂക്കമുള്ളതാണ്. 2.5 ഗ്രാമിൻ്റെ അടുത്ത് പത്രി സൈസ് വരുന്നുണ്ട്. 20 കിലോഗ്രാം ഇതും നട്ടും, അതുപോലെ ഒരു 4 കിലോഗ്രാമിൻ്റെ അടുത്ത് പത്രിയും ആവറേജ് കിട്ടും. നല്ലൊരു ഇനമാണത്. നെക്സ്റ്റ് വൺ. ഇത് പുന്നത്താനം. ഇതിൽ നല്ല പത്രി, ഇപ്പം നമ്മൾ റിലീസ് ചെയ്ത വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പത്രി സൈസ്, കായുടെ സൈസ് കിട്ടുന്ന ഒരു ഇനമാണ് ഇത്. പക്ഷേ ഹൈ റേഞ്ചിലാണ്. പുന്നത്താനം മുനിയറ എന്ന് പറഞ്ഞ് ഷാജൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ വെറൈറ്റിയുടെ ഡെവലപ്പറാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അച്ഛൻ മരിച്ചുപോയി, ഇപ്പോൾ മോനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ്. വലിയ ഒരു സൈസ് നട്ടിൻ്റെത് 13 ഗ്രാം 15 ഗ്രാം വരെ കിട്ടുന്നുണ്ട്. പത്രി 3 ഗ്രാം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതിൻ്റെ സൈസ്. വലിയ മുഴുപ്പുള്ള കായാണ്. നെക്സ്റ്റ്. പിന്നെ വേറെ കുറേ കർഷകരുടെ ഇനങ്ങളുണ്ട്. വേറെ ഒഫീഷ്യലി റിലീസ് ചെയ്തില്ല, പക്ഷേ കർഷകർ ചെയ്യുന്നത് കിണറ്റകര അതുപോലെ ഒരു വെറൈറ്റിയാണ്. നിറയെ കായ്ക്കുന്ന ഒരു ഇനമാണ്. നെക്സ്റ്റ്. അതുപോലെ കടുക്കമാക്കൽ, അബ്രാം മാത്യു ചേട്ടൻ ഇവിടെ ഡെവലപ്പറാണ്. ആദ്യകാലത്ത് ഡെവലപ്പ് ചെയ്തൊരു നല്ല വെറൈറ്റിയാണത്. കോഴിക്കോട് ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറയുന്നത്. അതും നല്ല സൈസ് ചുമന്ന കളറുള്ള പത്രിയാണ്. കായും ഇതാണ്. അപ്പോൾ ഇതിനും നല്ല വിളവ് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ഇനമാണ് കടുക്കമാക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്. പിന്നെ ഈ പൊള്ളാച്ചി ഏരിയ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ വെറൈറ്റി ഹിയർ, റൗണ്ട് ലീഫ്. ദിസ് ഹാസ് ഓൾസോ കം ഫ്രം കേരള. സോ ഇറ്റ് ഹാസ് ഇതിനും നമുക്ക് 2 ക്വാളിറ്റി ഇருக்கு. മെയ്സ് നല്ല ഇருக்கு. ഇവിടെ വെൽ പ്രൂവൺ വെറൈറ്റിയാണിത് പൊള്ളാച്ചി ഏരിയയിൽ. ഇതുകൂടാതെ കേരളശ്രീ പൊള്ളാച്ചി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിച്ച് വെറൈറ്റി വി ഷുഡ് സെലക്ട്. ഇപ്പോൾ മാംഗോയിൽ വെറൈറ്റി ചോദിച്ചാൽ നിങ്ങൾ ഏത് ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ഏത് പറയും? എല്ലാവരും ഡിഫറൻ്റ് അഭിപ്രായം പറയും. ചിലർ പറയും നീലം നല്ലതാണ്, ചിലർ പറയും അൽഫോൺസ് നല്ലതാണ്. മാംഗോ വി ഹാവ് എൻ ഐഡിയ ബിക്കോസ് ആൾറെഡി സോ മെനി ഇയേഴ്സ് വി ആർ കൾട്ടിവേറ്റിംഗ്. ബട്ട് നട്ട്മെഗിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ വെറൈറ്റി നല്ലതെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വെറൈറ്റിക്കും അതിൻ്റെ ഗുണമുണ്ട്, ചില ഡ്രോബാക്സ് ഉണ്ട്. ഇപ്പോൾ നീലം വെറൈറ്റി എസ്പെഷ്യലി നല്ല ബെസ്റ്റ് ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. പക്ഷേ കേരളത്തിൽ നിങ്ങളത് കൊണ്ട് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസം ആകുമ്പോൾ അത് പഴുക്കുന്നത്. അന്ത ടൈമിൽ കേരളത്തിൽ നല്ല മഴയായിരിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റി കിടക്കാതെ. നേരെ വെച്ച് കാലപ്പാടി അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ കിട്ടും. പക്ഷേ അതിന് കൊഞ്ചം പ്രോബ്ലം ഇരിക്കും. മരത്തിൽ ഇൻഫെക്ഷൻ ഡിസീസ് വരുന്നത്. അതുപോലെ കൊഞ്ചം ഈൽഡ് എണ്ണം കുറവായിരിക്കും, നമ്പർ ഓഫ് ഫ്രൂട്ട്സ് കമേഴ്സ്യൽ ചെയ്യുമ്പോൾ. പക്ഷേ പ്രീമിയം പ്രൈസ് കിട്ടും. അതുപോലെ എല്ലാ വെറൈറ്റിക്കും അതിൻ്റെ സം പെക്യുലർ ക്യാരക്ടേഴ്സ് ആണ്. സോ വാട്ട് യു ഷുഡ് ഡു ഇസ് വെൽ പ്രൂവൺ വെറൈറ്റി ഹിയർ മേജർ ഷൈ യു ക്യാൻ പ്ലാന്റ്. ഏറ്റവും പ്രൂവൺ വെറൈറ്റി ഇപ്പോൾ റൗണ്ട് ലീഫ് ആണെങ്കിൽ അത് കൂടുതൽ ചെയ്യാം. അത് കൂടാതെ മറ്റ് വെറൈറ്റീസ് ഓൺ 10% 20% യു ക്യാൻ പ്ലാന്റ്. സോ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ ഇഫ് ദർ വിൽ ബി സം ബെറ്റർ വെറൈറ്റീസ്. സോ ദാറ്റ് യു ക്യാൻ over the years you can find. So that is thing. Next one. ഇനി ഇതുകൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞു മഹാരാഷ്ട്രയിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊങ്കൺ കൃഷി വിദ്യാപീഠ്. അപ്പോൾ അവരിതിൽ ജാതിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. അവിടെ അവർ 4 വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കൊങ്കൺ സുഗന്ധ, സ്വാദ്, ശ്രീമന്തി ആൻഡ് സംയുക്ത. 4 വെറൈറ്റീസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 വെറൈറ്റീസ് മൊണീഷ്യസ് ആണ്. മൊണീഷ്യസ് എന്ന് വെച്ചാൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും. അപ്പോൾ അത് ബഡ് ചെയ്ത് വെക്കുമ്പോൾ you don't have to plant both male and female plant. So that single variety will do. But compared to the fruit number, it is less only here because അവിടെ അവർ മോസ്റ്റ്ലി പ്ലാജിയോട്രോപ്പിക് ഗ്രാഫ്റ്റ്, സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ആ ഡിഫറൻസ് കാണുന്നത് നിങ്ങൾക്ക്. അതർവൈസ് ദിസ് വെറൈറ്റി ഈസ് ഗുഡ്. നെക്സ്റ്റ്.
ജാതിയിൽ നമ്മൾ ലിറ്റിൽ ബിറ്റ് ഐ ടെൽ അബൌട്ട് പ്രൊപ്പഗേഷൻ. ഐ എം നോട്ട് ഗോയിങ് ടു ഡീപ്പർ ലെവൽ. അധികം കൂടുതലായിട്ട് പറയുന്നില്ല. ജാതിയുടെ ബഡിങ് ഗ്രാഫ്റ്റിംഗ് ചിന്നതായിട്ട് പറയുന്നത്, കാരണം ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടണം. ഇപ്പോൾ ജാതിയുടെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ബ്രാഞ്ചിങ് പാറ്റേൺ ഇങ്ങനെ തട്ടായിട്ട് വരും. ഒരു മെയിൻ സ്റ്റെം ഉണ്ടാവും, അത് സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ ദർ വിൽ ബി ബ്രാഞ്ചസ്. സോ വാട്ട് എവർ ബഡ് വുഡ് യു ടേക്ക് ഫ്രം ദി സൈഡ് ഷൂട്ട്, ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് എ ബുഷ്. അതെടുത്ത് ഗ്രാഫ്റ്റ് പണിയാൽ അതൊരു മാംഗോ പോലത്തെ കനപ്പായിരിക്കും, അത് നിറയെ മുകളിലോട്ട് പോകില്ല. ബട്ട് അതുകൊണ്ട് ഈൽഡ് എണ്ണം കുറവായിരിക്കും, കായുടെ എണ്ണം. ബട്ട് യു ക്യാൻ പ്ലാന്റ് മോർ. ഒരു 5 മീറ്റർ 6 മീറ്റർ സ്പേസിങ്ങിൽ നടാം. മറ്റത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ബഡ് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കോണിക്കൽ പിരമിഡൽ ഷേപ്പിൽ പോകും. അപ്പോൾ അന്ത ടൈമിൽ അത് ഈൽഡ് നിറയെ കിടക്കും, ഫാസ്റ്റ് ഗ്രോത്ത് കിടക്കും. ബട്ട് മരം പെരുസായി കഴിഞ്ഞാൽ ഹാർവെസ്റ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി പോകും. അതുപോലെ കായ് പറിച്ചെടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് തന്നെ അത്. അപ്പോൾ ഈ മരം ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോകുന്നതെല്ലാം സ്ട്രെയിറ്റ് ആണ്. ഇതെല്ലാം നമ്മൾ ഇതെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം സ്ട്രെയിറ്റ് ഗ്രാഫ്റ്റ് ആവും. അപ്പോൾ മോസ്റ്റ്ലി പീപ്പിൾ ആർ ഡൂയിങ് ബഡ്ഡിങ്, മീൻസ് സ്ട്രെയിറ്റ് ഗ്രാഫ്റ്റ് യു കനോട്ട് ഗെറ്റ് മച്ച് പ്ലാൻ. നെക്സ്റ്റ് വൺ, ഇതാണ് ഗ്രാഫ്റ്റിംഗ് മെത്തേഡ്. ഹിയർ യു ക്യാൻ സി ദിസ് ഈസ് സൈഡ് ഷൂട്ട്. ഇതാണ് സ്ട്രെയിറ്റ് ഷൂട്ട്. സ്ട്രെയിറ്റ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് കമ്പ് വരും, ഇതുപോലെ ബ്രാഞ്ചസ് വരും. ഇപ്പോൾ ബഡ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ ബഡ് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ്, സോ ദിസ് ഈസ് അനദർ മെത്തേഡ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. സോ നോർമലി ബഡ്ഡിങ് കൊഞ്ചം സ്കില്ല് വേണം, നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ മാംഗോ ചെയ്യുന്ന പോലെ സൈഡിൽ ചേർത്ത് വെച്ച് കെട്ടുക. അതിൽ അത്ര സ്കില്ല് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല, അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ നമ്പർ ഓഫ് ഗ്രാഫ്സ് യു വോണ്ട് ഗെറ്റ് മച്ച്. നെക്സ്റ്റ് വൺ, ഇതാണ് ബഡ്ഡിങ് പ്രോസസ്സ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം നഴ്സറിയിൽ ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് റബ്ബർ പാച്ച് ബഡ്ഡിങ് ദേ ഡു. നമ്മൾ തൈ വളർത്തി ഒരു 1 ഇയർ മുതൽ 2 ഇയേഴ്സ് വരെ വളർത്തിയതിന് ശേഷം അതിൽ മറ്റേ ബഡ് കണ്ണ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ബഡ് ഫിക്സ് ചെയ്ത് വെക്കും. പിന്നെ ഈ ബഡ് വളർന്നിട്ട് ഇത് വരും. അപ്പോൾ നമുക്ക് ഏത് ഇനാണ് ഉദ്ദേശിക്കുന്നത് അത് കിട്ടും. നെക്സ്റ്റ്, ഇത് ബഡ്ഡിങ് സ്പ്രൗട്ട്. നെക്സ്റ്റ് സൈഡ്, ഇതൊക്കെ ബഡ് തൈയാണ്. നെക്സ്റ്റ്, പിന്നെ നമ്മൾ ലെയറിങ് എന്നുള്ളൊരു പ്രോസസ്സ്. ഇത് ISR വി ഹാവ് ട്രൈഡ്. ലെയറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും. എനിബഡി ക്യാൻ ഡൂ ദാറ്റ്. ബട്ട് നോർമലി ഇപ്പോൾ നമ്മൾ പേര അതുപോലെ നാരകമൊക്കെ ലെയർ ചെയ്താൽ 1.5 മാസം കൊണ്ട് വേര് പിടിക്കും. ദിസ് വിൽ ടേക്ക് ആൾമോസ്റ്റ് 3 months ടു ഗെറ്റ് റൂട്ട്. 3 മാസം എടുക്കും. അതുപോലെ പിന്നെ ഇതിൽ വേറെ പ്രത്യേകത ഉണ്ട്, എപ്പോഴും നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്തുള്ള കമ്പുകൾ ലെയർ ചെയ്യണം. നമ്മൾ ഈ സ്ട്രെയിറ്റ് ഷൂട്ട് മരത്തിൻ്റെ തടിയിൽ നിന്ന് വരുന്നത് ഇൻസൈഡ് ദ ട്രീ. അപ്പോൾ ഡാർക്കായ സ്ഥലത്ത്, ഷെയ്ഡ് വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് ഗെറ്റ് ഇറ്റ് റൂട്ടഡ്. So this is another method. On large scale you cannot do it, but we have tried. It is successful and the plants are fruiting now. Next one. അതുപോലെ റൂട്ട് സ്റ്റോക്ക് പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ ബഡ് ചെയ്യുമ്പോൾ കാട്ടുജാതി ഇருக்கு, നാടൻ ജാതി ഇருக்கு. അപ്പോൾ ഈ കാട്ടുജാതി എന്ന് പറഞ്ഞാൽ തന്നെ പല ടൈപ്പ് ഇருக்கு. നെക്സ്റ്റ് വൺ, ഇതിൽ കാട്ടുജാതിയിൽ there is a difference opinion. Some farmers are telling it is not successful. Some others are telling it is good. Actually the advantage of wild rootstock is it has deeper root system. ഇപ്പോൾ ജാതിയുടെ മെയിൻ പ്രോബ്ലം അതിൻ്റെ റൂട്ട് സിസ്റ്റം സർഫസാണ്. മുകളിൽ ഡീപ്പായിട്ട് പോവില്ല, സർഫസിലാണ്. അതുകൊണ്ട് വെള്ളം ഡീപ്പിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ അനദർ പ്രോബ്ലം ഈസ് ദറ്റ് വിൻഡ് വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ് വന്നാൽ പെട്ടെന്ന് വീഴും. അപ്പോൾ അതിനൊക്കെ ഒരു ഡ്രോബാക്ക് നോർമൽ നട്ട്മെഗിനുണ്ട്. ബട്ട് ഇതിൻ്റെ കേസിൽ ചില ഏരിയയിൽ ആഫ്റ്റർ സം ഇയേഴ്സ് 10 years 15 years ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് ഇൻകോമ്പാറ്റബിലിറ്റി. അത് കുറച്ച് കോമ്പാറ്റബിലിറ്റി പ്രോബ്ലം വന്നിട്ട് മരം ഗ്രോത്ത് കുറയുന്നു, അങ്ങനത്തെ പ്രോബ്ലം ഇരിക്ക്. നെക്സ്റ്റ്, ഇത് കണ്ടാൽ അറിയാം, ഇതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഇതിൽ കണ്ടില്ല, ഇറ്റ് ഹാസ് ഗോട്ട് സ്റ്റാൻഡേർഡ് ഗ്രോത്ത്. നെക്സ്റ്റ്, അപ്പോൾ ഇതിൽ മെയിൻ ഒരു പ്രോബ്ലം ഇരിക്കും. ഈ കാട്ടുജാതി എന്ന് പറയുമെങ്കിൽ പോലും കുറേ ടൈപ്പ് ഇരിക്ക്, 5-6 ടൈപ്പ് ഇരിക്ക് കേരളത്തിലെ ഫോറസ്റ്റിൽ. അത് നമുക്ക് ആ ഫസ്റ്റ് വൺ നമ്മൾ നാടൻ ജാതി, ഇത് മിരിസ്റ്റിക്ക ആൻഡമാനിക്ക, ആൻഡമാൻ എന്നുള്ളത് ദാറ്റ് വി ഹാവ് ട്രൈഡ്, ദാറ്റ് ഈസ് ഗുഡ്. ദെൻ മിരിസ്റ്റിക്ക മലബാറിക്ക, അത് പശുവ എന്ന് പറയും. ആ പത്രയ്ക്കും വില ഉണ്ട്, അത് കേരളത്തിലെ ഫോറസ്റ്റിലെല്ലാം കാണും. അതും കമ്പാരിറ്റീവ്ലി പ്രോബ്ലം കുറവാണ് അതിനകത്ത്, കോമ്പാറ്റബിലിറ്റി. ബട്ട് അതർ സ്പീഷീസ് വി ഡോണ്ട് നോ, വി ആർ ട്രൈയിങ്. ഈ ബെഡോമി എന്നൊരു സ്പീഷീസ് ഉണ്ട്, അതിൽ കോമ്പാറ്റബിലിറ്റി കുറവാണ്, പ്രോബ്ലം ജാസ്തി ഇരിക്ക്.
നെക്സ്റ്റ് വൺ. പിന്നെ വേറൊരു ഇനാണ് മിരസ്റ്റിക്ക മാഗ്നിഫിക്ക. അതാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തിൽ വളരും. എന്ന് വെച്ചാൽ തണ്ണി ഇരിക്കുന്ന കുളത്തപ്പുഴ ഏരിയയിലൊക്കെ ഉള്ളത്, അവിടെ വെച്ചാൽ ചതപ്പ് എന്ന് പറയും. ഇറ്റ്സ് ഫുൾ ഓഫ് വാട്ടർ. എൻ്റെ ഇയർ ഇറ്റ് വിൽ ബി ഫുൾ ഓഫ് വാട്ടർ. സോ വി ആർ സ്റ്റാർട്ടഡ് എ ന്യൂ പ്രോജക്റ്റ് ഓൺ ദിസ് വൺ, ഇവാലുവേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് നട്ട്മെഗ് ദാറ്റ് വി ഹാവ് സ്റ്റാർട്ടഡ്. പിന്നെ വേറെ പുതിയ സ്പീഷീസ് ട്രോബോഗറി, അങ്ങനെ നിറയെ സ്പീഷീസ് ഇരിക്കുക. അപ്പോൾ ഏത് സ്പീഷീസാണ് കോമ്പാറ്റബിലിറ്റി ദാറ്റ് നീഡ്സ് ലോങ് ടൈം സ്റ്റഡി. സോ വി ആർ ഇൻ ടു ദാറ്റ്. നെക്സ്റ്റ്. അപ്പോൾ ജാതി നേരത്തെ പറഞ്ഞു തൈകൾ എത്ര സൈസിൽ വെക്കണം. സംടൈംസ് നോ ദ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഇസ് വെരി കോസ്റ്റ്ലി. യു മേ ഹാവ് ടു സ്പെൻഡ് അറൗണ്ട് 1,000 rupees, സംടൈംസ് 1,500. ഡിപ്പെൻഡിങ് ഓൺ ദി സ്കേഴ്സിറ്റി ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ദ പ്രൈസ് വേരീസ്. വില നിറയെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ചിന്ന പ്ലാന്റ് വാങ്ങിച്ചു വെച്ചാൽ ഡോണ്ട് പ്ലാന്റ് ഇറ്റ് ഡയറക്റ്റ്ലി. അപ്പോൾ എപ്പോഴും നമ്മളൊരു 2 തട്ട് വളർച്ച, ദിസ് ഈസ് ദ ഐഡിയൽ സ്റ്റേജ് ഫോർ പ്ലാന്റിങ്. അപ്പോൾ നിങ്ങൾ അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു വർഷം അത് പോളിത്തീൻ കവറിൽ ബിഗ്ഗർ ഗ്രോ ബാഗിലൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അതുക്കപ്പുറം നിങ്ങൾ ഫീൽഡ് നെക്സ്റ്റ് ഇയർ പ്ലാന്റ് ചെയ്യുക. സോ പോളി ബാഗ് യു ക്യാൻ ഗിവ്, ഇറ്റ് ഈസ് ഈസി ടു ഇറിഗേറ്റ്, യു വിൽ ഗെറ്റ്, യു ക്യാൻ മാനേജ് ഇറ്റ് ഈസിലി. നിങ്ങൾക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോണ്ട് പ്ലാന്റ് ഡയറക്റ്റ്ലി. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ 2 തട്ടെങ്കിലും വരാതെ നിങ്ങൾ ഫീൽഡിൽ കൊണ്ട് പ്ലാന്റ് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ്. പിന്നെ ഇതിൻ്റെ സ്പേസിങ് നമ്മൾ പറഞ്ഞു നേരത്തെ. ഈ കോക്കനട്ട് പ്ലാന്റേഷൻസ് 15 വർഷമായി ഷെയ്ഡ് കണ്ടിപ്പാ വേണം. എസ്പെഷ്യലി ദിസ് തമിഴ്നാട് റീജിയൻ യു ഹവ് ടു ഗിവ് പ്രോപ്പർ ഷെയ്ഡ്. കേരളത്തിലും പല ആളുകളും ഓപ്പൺ കണ്ടീഷനിലാണ് ഫ്രൂട്ട് ജാസ്തി ഉണ്ടാകുക വെളിച്ചം കിട്ടുമ്പോൾ. കേരളത്തിലെ കാലാവസ്ഥയിൽ പല ആളുകളും വലുതായി കഴിഞ്ഞാൽ മരം ഷെയ്ഡ് വെട്ടിക്കളയും. അതുക്കപ്പുറം ഇറ്റ് വിൽ ഗിവ് മാക്സിമം ഫ്രൂട്ടിങ്. ബട്ട് 2-3 months സമ്മർ ഇറ്റ് കനോട്ട് സർവൈവ്. മെനി ടൈംസ് നോ ഡൈ ബാക്ക് വിൽ കം. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഇഷ്യൂ. നമ്മൾ ഈ സ്ട്രെയിറ്റ് ഗ്രാഫ്റ്റ് ബഡ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 8 മുതൽ 9 മീറ്റർ. അപ്പം നിങ്ങൾ തെങ്ങ് ഐ തിങ്ക് യു വിൽ ബി ഫോളോയിങ് 8 meter സ്പേസിങ്. തെങ്ങ് എവിടെ ഇരിക്കുക സ്പേസിങ്? 30 അടി. 30 അടിയല്ലേ? 27 അടി 30 അടി. അപ്പോൾ അത് സ്പേസിങ് 4 തെങ്ങിൻ്റെ നടുക്ക് ഒരു ജാതി വെക്കാം. അതാണ് സ്പേസിങ്. അതുമാതിരി വെക്കണം. സൈഡ് ഗ്രാഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 മുതൽ 6 മീറ്റർ സ്പേസിങ്, അതായത് 17-20 അടി സ്പേസിങ് മതി. നെക്സ്റ്റ്. ഇത് പൊള്ളാച്ചി ഈ തമിഴ്നാട്ടിലുള്ള തോട്ടങ്ങളാണ്, നല്ല തോട്ടങ്ങളാണ്. അതിൽ ഷെയ്ഡ് കണ്ടിപ്പാ വേണം, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇറിഗേഷൻ വേണം. അതുപോലെ വെള്ളം നിങ്ങളുടെ ആ ഏരിയ അനുസരിച്ച്, ചൂട് കൂടുതലാണെങ്കിൽ ജാസ്തി വെള്ളം കൊടുക്കണം. നമ്മൾ കേരളത്തിലാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ 50 ലിറ്റർ കൊടുത്താൽ മതിയാവും. അത് ചൂട് കൂടുകയാണെങ്കിൽ അതുപോലെ സോയിലിൻ്റെ നേച്ചർ അതെല്ലാം അനുസരിച്ച് യു ഹാവ് ടു അഡ്ജസ്റ്റ് ദി വാട്ടർ. അപ്പോൾ പ്ലാന്റിൻ്റെ ആ ഡ്രോപ്പിംഗ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ. ഇനി സിംറ്റം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ജാതി ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 9 months ഫ്രം ഫ്ലവറിങ് ടു ഫ്രൂട്ട് ഹാർവെസ്റ്റ്. 8 to 9 months ഇറ്റ് വിൽ ടേക്ക്. അപ്പോൾ എൻ്റെ ദർ വിൽ ബി ഫ്രൂട്ട്. അപ്പോൾ വെള്ളം പോരാതെ വന്നു കഴിഞ്ഞാൽ ചെടിക്ക് കൊഞ്ചം ക്ഷീണം വരും, കായ പൊഴിയും, സ്ട്രെസ്സ് വരും. അതുകൊണ്ട് വെള്ളം കണ്ടിപ്പാൻ വേണം. നെക്സ്റ്റ്. ഇത് നിങ്ങൾക്കറിയാം സ്പേസിങ് കുറഞ്ഞ പ്രോബ്ലം. കേരളത്തിൽ ആദ്യകാലത്ത് സീഡ്ലിംഗ് വെച്ചപ്പോൾ വി ഡോണ്ട് ഹാവ് ഐഡിയ. ദാറ്റ് ടൈം ദേ പ്ലാന്റഡ് ടുഗദർ. സോ ഇറ്റ് ക്രിയേറ്റഡ് ലോട്ട് ഓഫ് ഇഷ്യൂ. ഓൺലി ടോപ്പ് പോർഷൻ വിൽ ഈൽഡ്, അതർ പോർഷൻ ഇറ്റ് വോണ്ട് ഈൽഡ്. അതാണ് പ്രോബ്ലം. അതുകൊണ്ട് ഇത് ഫുൾ ഓഫ് ജാതിയാണ്, ബട്ട് ഫ്രൂട്ടിംഗ് വിൽ ബി വെരി പുവർ. So ideally you have to give around 9 meter spacing. 9 meter means around 30 feet. Next. ഇപ്പോൾ ആന്ധ്രയിൽ അവർ ചെയ്യുന്നുണ്ട്. They are starting in oil palm. Oil palm main issue is shade is very heavy and they are following triangular system. So in case of coconut pure crop ആണ് 7.5 meter spacing മതിയാവും. But if you want to grow any intercrop you have to പ്ലാന്റ് ഇറ്റ് അക്കോർഡിംഗ്ലി. അപ്പോൾ ഇതിനാണെങ്കിൽ ഒരു 8 meter 9 meter സ്പേസിങ് കൊടുക്കണം. 30 feet കണ്ടിപ്പാக കൊടുക്കണം. എന്നാലേ യു ക്യാൻ ഗ്രോ ഇൻ്റർ ക്രോപ്പ്. അതർവൈസ് ഇറ്റ് വോണ്ട് ഗിവ് ഫ്രൂട്ട്. നെക്സ്റ്റ് വൺ. പിന്നെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് റിമൂവ് ചെയ്യണം. നെക്സ്റ്റ്. പിന്നെ ചിന്ന ഇതുണ്ടെങ്കിൽ ഷെയ്ഡ്, എസ്പെഷ്യലി യങ് ഏജസ് യു ഹവ് ടു ഗിവ് ഗുഡ് ഷെയ്ഡ് സമ്മറിൽ. അത് കണ്ടിപ്പാக കൊടുക്കണം. അത് കഴിഞ്ഞ് വീഡിങ് ചെയ്യണം, മൾച്ചിങ്, ഇതെല്ലാം വെള്ളം കൺസർവ് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് ആണ്. അത്രയും നിങ്ങൾ ചെയ്യണം. നെക്സ്റ്റ്. പിന്നെ മനുവറിങ് നേരത്തെ പറഞ്ഞു. എസ്പെഷ്യലി ഹൈ yielding വെറൈറ്റീസ് യു ഹവ് ടു ഗിവ് ഗുഡ് മനുവർ, അതർവൈസ് ദ പ്ലാന്റ് വിൽ ബി എക്സോസ്റ്റഡ്. അത് തമിഴ്നാട്ടിൽ ചെയ്യുമ്പോൾ ഇത് കേരളയിലെ റെക്കമെൻഡേഷനാണ്. നമ്മൾ
മെച്ചുവർ പ്ലാന്റ്സിന് കേരളത്തിലെ ആവറേജ് 1 കിലോ യൂറിയ, 250 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, അതുപോലെ 1.5 കിലോഗ്രാം MOP കൊടുക്കും. പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഈ ഫോസ്ഫറസ് കണ്ടൻറ്റ്, മറ്റേ കേരളത്തിലെ ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുതലാണ്, ഇവിടെ അത് വ്യത്യാസമുണ്ട്. അതുപോലെ പൊട്ടാഷ് കൂടുതലായിരിക്കും ഇതുണ്ട്. അപ്പോൾ വാട്ട് ഐ സജസ്റ്റ് ഈസ് യു ഹവ് ടു ഡു എ സോയിൽ ടെസ്റ്റിംഗ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആഫ്റ്റർ സോയിൽ ടെസ്റ്റിംഗ് യു ഹവ് ടു ഗിവ്, എസ്പെഷ്യലി ഇഫ് യു ആർ പ്ലാന്റിങ് ബഡഡ് പ്ലാന്റ്സ്. സീഡ്ലിംഗ് ആണെങ്കിൽ അതിൻ്റെ കായ് കുറവായിരിക്കും. ബഡഡ് പ്ലാന്റ്സ് ആകുമ്പോൾ നല്ല കായ് വരും. യങ് ഏജസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രൂട്ടിങ്. സോ യു ഹാവ് ടു ഗിവ് ലോട്ട് ഓഫ് ഫെർട്ടിലൈസർ ആസ് പെർ ദി റെക്കമെൻഡഡ് ഡോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. പിന്നെ ഇതിൻ്റെ കൂടാതെ നമ്മൾ ഈ NPK കൂടാതെ മൈക്രോ ന്യൂട്രിയൻ്റ് വേണം ജാതിക്ക്. നേരത്തെ പറഞ്ഞു നമ്മുടെ സോയിലിന് ജനറലി മൈക്രോ ന്യൂട്രിയൻസ് ജസ്റ്റ് ലൈക്ക് അവർ വൈറ്റമിൻസ്, സ്മോൾ ക്വാണ്ടിറ്റി ദേ നീഡ്, ബട്ട് ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ കൂടിയ ക്വാണ്ടിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ടോക്സിക് ആയിരിക്കും. റിക്വയർഡ് ക്വാണ്ടിറ്റി യു ഹാവ് ടു ഗിവ്. സോ ഫോർ ദാറ്റ് വി ഹാവ് ഡെവലപ്ഡ് എ മൈക്രോ ന്യൂട്രിയൻറ്റ്, ISR micro nutrient for nutmeg, so that you can spray directly to the leaf, so it will absorb faster. So it contains boron, magnesium, all the required micronutrients. So we have that developed formulation is there. So the dosage is 5 gram per liter. So it will make lot of difference. The immature fruit fall will get reduced. അതുപോലെ ഇതിൻ്റെ കായുടെ സൈസ് കൂടും, പത്രയുടെ സൈസ് കൂടും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ്, this is a picture of plagiotropic graft of Kerala-Sri, ISR Kerala-Sri. So Vishwasri, if you plant plagiotropic graft, it will be very shy in growth. But Kerala-Sri is okay. It has erect branches. So this is a plagiotropic graft. This is around a 5-year-old plot. So that is equally good. Next one. Then fruiting, if it is a seedling, it will take around 6 to 7 years for yield. So if it is grafts, 4 to 50 years it will start yielding. But only thing you have to take care is, young ages you should not retain much fruits, because നിറയെ മരയ്ക്ക് 9 മാസം എടുക്കും കായ വിളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ മരം ഇത് കായ് നിർത്തി കഴിഞ്ഞാൽ ചെടിയുടെ ഹെൽത്ത് ഇറ്റ് വിൽ അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് ദ പ്ലാന്റ്. സോ യു ഹവ് ടു reduce the fruit. So that is the main thing. And ഒരു 20 മരത്തേക്ക് ഒരു മെയിൽ പ്ലാന്റ് കണ്ടിപ്പാ വെക്കണം. അത് മെയിൽ പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സീഡ്ലിങ്സ് కొంచెం ജാസ്തി വെക്കുക, പിന്നെ അതിനകത്ത് നിന്ന് തിൻ ചെയ്ത് മാറ്റാം. നമ്മൾ ഹാർവെസ്റ്റിംഗ് മെയിൻലി കേരളത്തിൽ വരുന്നത് നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽ. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത് അറിയാം, ഞാൻ പറഞ്ഞു കായ് ജാസ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്ലാന്റ് വിൽ ബി സ്ട്രെസ്ഡ്. ഈ പ്ലാന്റിന് എപ്പോഴും സ്ട്രെസ് വരുന്നത് എന്തെങ്കിലും പ്രോബ്ലം, ഒന്നുകിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, അന്തമാതിരി കണ്ടീഷനിൽ നോയ് ജാസ്തി ആയിരിക്കും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വരും. അതുപോലെ കായ് നിറയെ ഓവർ കായ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് കാണാം, പൊള്ളാച്ചിയിൽ മെനി പ്ലാന്റേഷൻ ഇറ്റ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ഓവർ പ്രൊഡക്ഷനോ ദ പ്ലാന്റ് വിൽ ഗെറ്റ് എക്സോസ്റ്റഡ്. ഈവൺ ഇഫ് യു ഗിവ് ലോട്ട് ഓഫ് ഫെർട്ടിലൈസർ ദ ടൈം നോ proportion to the leaves, the fruits will be more. So in such condition it will affect the health of the plant. Next one. Next. This is a plagiotropic graft of Vishwasri. So you can see lot of more than 50 fruits in single plant, but you should not retain like that. It will affect the health of the plant. Next one. So നോയികളുടെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽ സാർ is there. He'll tell in detail. അത് ഈ ഡൈബാക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പൊള്ളാച്ചി ഏരിയയിൽ കാണുന്ന പ്രോബ്ലം. ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് സിവിയർ. ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് എക്സസ് ടെമ്പറേച്ചർ. ഫോർ ദാറ്റ് യു ഹാവ് ടു ഗിവ് പ്രോപ്പർ ഇറിഗേഷൻ, ഷെയ്ഡ് യു ഹാവ് ടു ഗിവ്. സോ മറ്റേ ഹോട്ടായ ഏരിയയിലെല്ലാം പ്ലാൻ പണോ കൊഞ്ചം കെയർ എടുക്ക്. ഇത് ജാസ്തി ടെമ്പറേച്ചർ ഇരുന്നാൽ അത് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ബോർഡറിലെല്ലാം കൊഞ്ചം മരങ്ങൾ വെച്ച് പോടണം. അങ്ങനെ കൊഞ്ചം കെയർ ആയിരിക്കണം. ഇതാണ് ഒരു ലാസ്റ്റ് ഡിപ്ലോഡിയ എന്ന് പറയുന്നൊരു ഫംഗസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം മരത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് നോർമലി ഇറ്റ് വോണ്ട് അഫക്ട് ദി പ്ലാന്റ്. ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് ടു ഹൈ ഓർ എനി കൈൻഡ് ഓഫ് സ്ട്രെസ്, വാട്ടർ ലോഗിങ് വന്നാലും ഈ ഫംഗസ് ഇറ്റ് വിൽ ബിക്കം എ പാത്തോജൻ. സോ ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. സോ ദിസ് യു ഹാവ് ടു ടേക്ക് കെയർ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ പ്ലീസ്. ദിസ് പോസ്റ്റ് ഹാർവസ്റ്റ് ഓപ്പറേഷൻ Dr. Faisal will take detailed class. So I have a little problem with this Tamil. So sorry for that. If you have any doubt, please ask me.
feel free to ask.